ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. അതെ ഗായ്സ്, നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ കൂനൂർ, ഊട്ടി, കോത്തഗിരി അതായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ട്, വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. മിലിറ്ററി, നേവി, അങ്ങനെ നമ്മുടെ ഫോഴ്സ്, ഇന്ത്യൻ ഫോഴ്സ് ഏകദേശം എല്ലാം ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്, നല്ല ഏരിയ ആണ്, നല്ല ഗ്രീനറി ഒക്കെ ഉള്ള ഏരിയ ആണ്. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എപ്പോഴും ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളല്ലാതെ, അല്ല ഏരിയാസ് അല്ലാതെ നമ്മൾ കുറച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പോയത് ആദ്യം ഒരു ഗൈഡ് കൂട്ടിയിട്ട് പോയതാണ് ഹൈഫീൽഡ് ടീ ഫാക്ടറി. അവിടെ അതായത് പഴഞ്ചൻ രീതിയിലുള്ള കുറേയൊക്കെ മാനുവലായിട്ട് ചെയ്യുന്ന ഒരു ടീ ഫാക്ടറിയാണ്. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് നമ്മുടെ യൂക്കാലിപ്സിൻ്റെ ഓയിൽ ഉണ്ടാക്കുന്നതും. ആ ഒരു മെഷീനറീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് സിംസ് പാർക്കിലാണ്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് അവിടെ കയറി. നല്ല അടിപൊളി ഏരിയയും നല്ല രസമുണ്ട് കാണാൻ. സിംസ് പാർക്ക് ഞങ്ങൾ ഒരു 6-7 തവണ ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ കയറാത്തൊരു സ്ഥലമാണ് സിംസ് പാർക്ക്. അപ്പോൾ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഒരു ഐലാൻഡൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ട്രിപ്പ് പോയത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കൂടെ ഇക്കാടെ സിസ്റ്റേഴ്സും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെയാണ് ട്രിപ്പ് പോയിരുന്നത്. ഈ കാണുന്നത് ഒരു പാർക്കോ അല്ലെങ്കിൽ ഒരു ഗാർഡനൊന്നും അല്ല, ഇതൊരു ഹോട്ടലാണ് ഗായ്സ്. അതിൻ്റെ ഫ്രണ്ടിൽ അവർ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ഫ്ലവേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു കഴിച്ചത്. ഉച്ച എന്ന് പറയാൻ പറ്റില്ല, 4 മണിയായി ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ. ഊട്ടിയിൽ നല്ല തിരക്കുള്ള ടൈമാണ്. സമ്മർ ആയതുകൊണ്ടും എല്ലാവരും പോകുന്നൊരു പ്ലേസ് കൂടിയാണ് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ ഇവിടെയെങ്കിലൊക്കെയാണല്ലോ കൂടുതൽ പോവാറ് ഈ വേനൽക്കാലത്ത്. അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്ക് എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടാനൊക്കെ വൈകി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബോട്ട് ഹൗസിലേക്കാണ്. ഇനി എത്ര സ്പീഡ് വേണമെങ്കിൽ എന്നാ വല്ല റോഡാ എത്തുമ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറിയതിന് ശേഷം 2ാം റൗണ്ടും കൂടെ ചുറ്റിക്കറങ്ങിയിട്ടാണ് തിരിച്ചു പോയത്. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂം തപ്പി നടക്കുകയായിരുന്നു. കാരണം ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ച ഹോട്ടൽസിലൊന്നും റൂം അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ കുറേ തിരഞ്ഞ അവസാനം വലിയ ലുക്കില്ലേലും റൂംസൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോട്ടലിൽ കിട്ടി. ഞങ്ങളവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തു. രാത്രിയിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു. പിന്നെ മോർണിംഗ് എണീറ്റതിന് ശേഷം യൂട്യൂബിൽ പോയി നല്ല അടിപൊളി ചോളി ഭട്ടൂരയൊക്കെ കഴിച്ച് നേരെ പോയത് കർണാടക പാർക്കിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ പോവേണ്ട, മസ്റ്റ് കാണാൻ പറ്റിയ ഒരു പ്ലേസാണ് കർണാടക പാർക്ക്. ബൊട്ടാണിക്കൽ ഗാർഡനൊന്നും അപ്പോൾ ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നി. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു പാർക്ക്. നല്ല രസമുണ്ട് കാണാൻ. മോർണിംഗ് ആയാലും വെയിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. കുറേ നേരം ഞങ്ങളവിടെ ചുറ്റി കറങ്ങി കണ്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. ലൈറ്റ് ആൻഡ് വാട്ടർ ഷോയിൻ്റെ ഏരിയാസൊക്കെ കണ്ടു. ബട്ട് അത് ഇപ്പോൾ വർക്കിംഗ് ആണോയെന്ന് അറിയില്ല, ഇനി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ മോർണിംഗ് പോയതുകൊണ്ട് ആ ഒരു ഇതൊന്നും കാണാനൊന്നും പറ്റിയില്ല. അത് നമ്മൾ ആ ഒരു ബ്രിഡ്ജിലൊക്കെ കയറി മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് നോക്കി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ തേയില പറിക്കുന്ന LEDs ഉണ്ടല്ലോ, അതേപോലെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും താത്താടെ മോളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ കൊട്ടയും വട്ടിയൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ.
അവിടെ നിന്ന് പിന്നെ നമുക്ക് റെഡി ഫോട്ടോസൊക്കെ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഫാമിലിക്കായിട്ട്. പിന്നെ അതിനകത്തേക്ക് അകത്ത് വേറൊരു ഗാർഡൻ ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സിൻ്റെ മാത്രം. പുതിയ പുതിയ ഫ്ലവേഴ്സ് കാണുമ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടോയെന്ന് അപ്പോഴാണ് അറിയുന്നത്. അത് കുറേ നല്ല കളർഫുള്ളായിട്ട് അതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ, പല കളറിലായിട്ട് മഴവില്ല് വിരിഞ്ഞ് നിൽക്കുന്ന പോലെ എന്നൊക്കെ പറയുന്നത് പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. അവിടെ ടീ ഫാക്ടറി ഉണ്ട്, ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഇവരുടെ രണ്ടും നല്ല അടിപൊളിയാണ്. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ മിഷനറീസും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അവിടെ ഇനി സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, സാധാരണ അവിടെ സാമ്പിൾ ചോക്ലേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും രണ്ടും സപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ അതുണ്ടായിരുന്നില്ല. ടീ ഫാക്ടറിയിൽ ചെന്നപ്പോൾ ടീ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ടീ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ്. അപ്പോൾ ഇതിൻ്റെ മെഷീനറീസൊക്കെ നല്ല രസമുണ്ട്, നല്ല ഹൈജീനിക്കായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. Crush, tear and curl. First process in CTC tea manufacture is the withering. Crushed leaves are sent into the fermentation drum where shades are formed, and at CFM the tea is oxidized. The tea leaves are oxidized or fermented according to the room temperature. നല്ല അടിപൊളി ചായയൊക്കെ ടേസ്റ്റ് ചെയ്ത് കുറച്ച് അവിടെ പർച്ചേസ് അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് പർച്ചേസൊക്കെ ചെയ്തതിന് ശേഷം നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. നമ്മുടെ ഊട്ടി ട്രിപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു 2 ഏരിയ ആണ് പൈൻ ഫോറസ്റ്റും പിന്നെ ഷൂട്ടിംഗ് പോയിൻറ്റും. അപ്പോൾ പൈൻ ഫോറസ്റ്റിൽ പോയി ഞങ്ങളിവിടെ സാധാരണ വന്നു കഴിഞ്ഞാൽ മത്സരമൊക്കെ വെക്കാറുണ്ട്. താഴെ എത്ര മിനിറ്റ് കൊണ്ട് എത്തും, അതുപോലെ മുകളിൽ എത്ര മിനിറ്റ് കൊണ്ട് എത്തും എന്നുള്ളതൊക്കെ മത്സരം വെച്ച് നോക്കാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ അതിനൊന്നും നിന്നില്ല, കാരണം 2ാമത്തെ ദിവസമായി, നമ്മുടെ എനർജി ഏകദേശമൊക്കെ തീരാറുമായി. പിന്നെ അവിടെ നിന്ന് നേരെ വന്നത് നമ്മൾ ഷൂട്ടിംഗ് പോയിൻറ്റിലേക്കാണ്. നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി നൂഡിൽസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ പിന്നെ അതായിക്കോട്ടെ എന്ന് കരുതി ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചില്ല. ഇവിടെ വന്ന് നൂഡിൽസൊക്കെ അടിച്ച് മിനുക്കി കുറച്ച് കടികളൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കുന്നിലേക്ക് കയറി. വെയിലൊക്കെ ഉണ്ടായാലും അത് ചൂടുള്ളതായിരുന്നില്ല, നല്ല തണുപ്പും കാറ്റുള്ളതുകൊണ്ട് ഏകദേശം ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല കാറ്റുണ്ട്, അവിടെ നിന്ന് വിട്ട് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പോരാമത്തേന് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലോട്ടാണല്ലോ, അതിൻ്റെയും കൂടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം അവിടെ തന്നെ കാറ്റുകൊണ്ടിരുന്നു. നമ്മൾ കാറ്റും തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ 4 ചെക്കന്മാരിനെ മിസ്സായി ഗായ്സ്. മിസ്സായി മീൻസ് പേടിക്കുന്ന തരത്തിലല്ല, അവർക്ക് ഇങ്ങനെ വിശാലമായൊരു ഏരിയ കിട്ടിയപ്പോൾ കൗതുകത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇറങ്ങി ഓടിപ്പോയതാണ്. അവസാനം നമ്മൾ അവനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി, ഫോൺ കയ്യിലുണ്ടായതുകൊണ്ട് നമുക്ക് എളുപ്പമായി. അപ്പോൾ കുട്ടികളൊക്കെ ആയി പോകുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ മിന്നാജിൻ്റെ ഒരു പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു കുന്നിൻ്റെ മേലെ താഴത്തോട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോട്ട് തിരിച്ച് അതിൻ്റെ ഇടയിൽ താഴെ എത്തിയതിന് ശേഷം ഫുഡ് കഴിച്ചത് നല്ല തട്ടുകടിയിൽ നിന്ന് ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇക്കാക്ക് ഗ്യാസ് കയറിയിട്ടുള്ള ഒരു പ്രകടനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗ്യാസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക് അപ്പം എക്സസൈസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രകടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ സമയം ഏകദേശം ഒരു 1 മണി 12:30 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.